മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് മോർഫീമിൻ്റെ പ്ലൂറൽ ഫോർമേഷനാണ്. ഞാൻ ഇന്നലെ കോൺസണന്റ് സൗണ്ടുകൾ വോയിസ്ഡും വോയിസ്ലെസ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടായിരിക്കും വിചാരിക്കുന്നു. വോയിസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഞാനത് എങ്ങനെയാണ് വോയിസ്ഡും വോയിസ്ലെസ്സും അറിയുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. വോയിസ്ഡ് എന്താണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് വോയിസ്ഡ് വരിക? നമ്മുടെ അതായത് വോക്കൽ കോർഡ്സിൻ്റെ വൈബ്രേഷനാണ് വോയിസ്ഡ് സൗണ്ടുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ വോയിസ്ലെസ് എന്ന് പറയുമ്പോൾ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോർഡ്സിന് വൈബ്രേഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കൂടുതൽ ഡീറ്റെയിൽ ഫോണറ്റിക്സിൻ്റെ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞത് എന്തിനാണ് അത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ മോർഫീം പഠിക്കുന്ന സമയത്ത് വോയിസ്ഡും വോയിസ്ലെസ് സൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാക്കുകളിൽ അഡീഷൻ, അതായത് നമ്മൾ സഫിക്സസോ അല്ലെങ്കിൽ അതായത് നമ്മൾ പറയില്ലേ നമ്മൾ മോർഫീംസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇന്നലെ പറഞ്ഞു തന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പ്ലൂറൽ മോർഫീമോ അല്ലെങ്കിൽ പാസ്റ്റ് മോർഫീമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ അതിൽ ആഡ് ചെയ്യുമ്പോൾ ആ സൗണ്ടിനുള്ള ചേഞ്ചസ് എന്തുകൊണ്ട് അത് വന്നു എന്ന് നമ്മൾ അറിയാനാണ് ഞാൻ ഇന്നലെ അത് പറഞ്ഞത്. അത് ഇന്നലെ പറഞ്ഞതോടുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു, പ്ലൂറൽ പവർ ഫോർമേഷനിൽ ക്യാറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ഫോമാണ് അല്ലേ. ആ ക്യാറ്റ് സിംഗുലർ, ക്യാറ്റ് പ്ലസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ഫോർമേഷനായി. ക്യാറ്റ് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്, മീനിങ് ഫുള്ളാണ്. ഇതിന് എസ് എന്ന് പറഞ്ഞാൽ അതിനും എന്ത് അർത്ഥമുണ്ട്, അത് പ്ലൂറൽ ഫോർമേഷൻ കാണിക്കുന്ന മീനിങ്ങിൽ പ്ലൂറൽ. പക്ഷേ അത് ഈ എസ് എന്ന് പറയുന്നത് മീനിങ് ആണെന്നുണ്ടെങ്കിലും അത് എന്താണ്, ഓരോ ഈ എസ് പ്ലൂറൽ ഫോർമേഷനിലെ എസ് നമ്മൾ പലതിലും ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡോഗ് നമ്മൾ എസ് ആഡ് ചെയ്തു, പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് സ് എന്നാണ്. ഇതിൽ ക്യാറ്റിൽ സ്, കാറ്റ്സ് എന്നാണ് പറയുക. ഡോഗിലാണെങ്കിൽ ഡോഗ്സ് എന്നാണ് പറയുക. അതുപോലെ റോസ് ആണെങ്കിൽ റോസസ് അല്ലേ, റോസസ് ഇസ് എന്നാണ് കേട്ടോ. ഈ ഇസ് എന്നാണ് വരിക, ആ ഇസെറ്റ് എഴുതുന്നത് റോസസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെന്താണ് പറയുന്നത്, ഈ മാനിഫെസ്റ്റേഷൻ, അതായത് 3 മാനിഫെസ്റ്റേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പ്ലൂറൽ ഫോർമേഷന്, അതായത് പ്ലൂറൽ മോർഫീമ് ഏതൊക്കെ രീതിയിൽ നിൽക്കാം? ഒന്ന് സ എന്നുള്ളതിൽ നിൽക്കാം, പിന്നെ സ് എന്നുള്ളതിൽ നിൽക്കാം, മൂന്നാമത്തെ ഇസ് എന്നുള്ളതിൽ നിൽക്കാം. ദിസ് ഇസ് വാട്ട് വി ടോൾഡ് യെസ്റ്റർഡേ അല്ലേ. നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു അല്ലേ. മനസ്സിലായോ? പ്ലൂറൽ ഫോർമേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇത് എന്നിട്ട് അടിസ്ഥാനത്തിലാണ് നമ്മൾ ട എന്നുള്ള ക്യാറ്റിൽ ട എന്നുള്ളത് വോയിസ്ലെസ് സൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന പ്ലൂറൽ ഫോർമേഷൻ വോയിസ്ലെസ് ആയിരിക്കണം. മനസ്സിലാക്കുന്നുണ്ടോ? അതുപോലെ ഡ എന്നുള്ളത് സോറി ഡ ആയാലും ഗ ആയാലും ഓക്കെ. ഗേൾ എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഡോഗാണ്, അതുകൊണ്ടാണ് ഗേൾ ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ഗേൾ എന്നുള്ള സൗണ്ട് വോയിസ്ഡ് ആണ് അല്ലേ. ഈ ഗേൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വോയിസ്ഡും വോയിസ്ലെസ് എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ വൈബ്രേഷൻ ചിലപ്പോൾ നമുക്ക് ആദ്യം തോന്നും രണ്ടും രണ്ടിനും വലിയ വ്യത്യാസം തോന്നില്ല ആദ്യം. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം ഉറക്കം ഉച്ചരിച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് പറയുമ്പോൾ ഒരു വൈബ്രേഷൻ എന്തായാലും ഫീൽ ചെയ്യും. ആ ഡിഫറൻസ് നിങ്ങളൊന്ന് വീക്ക് ചെയ്യുന്നതൊന്നും ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും വോയിസ്ഡ് ഏതാണ് വോയിസ്ലെസ് ഏതാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഈ ഗ എന്നുള്ള സൗണ്ട് വോയിസ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന പ്ലൂറൽ ഫോം എന്താ? എസ് അല്ലേ. നമ്മൾ ഫോണറ്റിക്കലി ആൽഫബറ്റിക്കലി എഴുതുമ്പോൾ എസ് എന്നും, ഫോണറ്റിക്കലി നമ്മൾ എഴുതുമ്പോൾ സൗണ്ടാണ് ഫോണറ്റിക്കലി എഴുതുന്നത് അല്ലേ, സ് എന്നാണ് എഴുതുന്നത്. അതായത് സ് അല്ലേ. ഡോഗ് അതായത് ഡോഗ്സ് എന്ന് എഴുതുന്നു, എന്ന് എഴുതുന്നു. ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഡോഗ്സ്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ എഴുതുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഗന്റെ കൂടെ ഗ എന്നുള്ളത് വോയിസ്ഡ് ആയതുകൊണ്ട് വോയിസ്ഡ് സ് എന്നുള്ളതാണ് വന്നത്. അതുപോലെ റോസ് എന്നുള്ളത് എന്താണ്? റോസ് ഇസ്. കണ്ടോ? ഇസ് എന്നാണ്, ഈ എസിന് ഇസ് എന്നാണ്. അതുകൊണ്ട് അതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? ഇത്രയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇനി അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്, മോർഫീംസിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. പാസ്റ്റ് ടെൻസ് മോർഫീം ഇൻ ഇംഗ്ലീഷ് സ്പെൽഡ് ആസ് ഡ അല്ലെ. ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ വെച്ചിരിക്കുക? ഡ ഇൻ. പാസ്റ്റ് ടെൻസിൽ വാക്ക്, വാക്ക്ഡ് അല്ലേ. അതുപോലെ ഗാർഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്,
ഗാർഡ്, ഗാർഡഡ്. അപ്പൊ ഇഡ് എന്നല്ലേ സൗണ്ട് വന്നത്, മനസ്സിലാകുന്നുണ്ട്? ഗാർഡഡ്. ഓക്കെ. പാസ്റ്റ് ടെൻസ് ഡോ ഇ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതിന് 3 മാനിഫെസ്റ്റേഷൻ ഉണ്ട്. എന്തൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ നോക്കൂ. അതായത് മോർഫിമിന്റെ മാനിഫെസ്റ്റേഷൻ 1 ട്, 2 ഡ്, 3 ഇഡ്. ഈ രീതിയിലാണ് സൗണ്ട് ആൽഫബറ്റ്സ് അല്ലാട്ടോ നോക്കേണ്ടത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ആൽഫബറ്റ്സിനെ അല്ല നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. യു ഹാവ് ടു കൺസിഡർ ഓൺലി ദ സൗണ്ട്സ് വൈൽ യു ലേൺ ഫോണറ്റിക്സ്. ഫോണറ്റിക്സ് ഇസ് റിലേറ്റഡ് വിത്ത് ദ സൗണ്ട്സ് ഓഫ് ദി ലാംഗ്വേജിൻ്റെ സൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫോണറ്റിക്സ്. അപ്പോൾ നമ്മുടെ ഫോണറ്റിക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഈ മോർഫിം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിന് വേറൊരു ഡിവിഷനാണെന്ന് മാത്രം. അതായത് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഡിവിഷനാണ് ഈ ഫോണറ്റിക്സും അതുപോലെ ഫോണീംസും മോർഫീംസും ഒക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ട്, ഡ് അല്ലേ, ട്, ഡ്, ഇഡ്. ഇതാണ് പാസ്റ്റ് ടെൻസിന്. ഇതാണ് പാസ്റ്റ് ടെൻസിന്. അതായത് എക്സാമ്പിൾ ഇപ്പോൾ വാക്ക് അല്ലെങ്കിൽ ടോക്ക്. വാക്കാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ടോക്ക് ഈ വാക്ട് ഇ ഡി ചേർത്ത്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ വാക്കിഡ് എന്ന് വായിക്കില്ലല്ലോ. വായിക്കോ? വാക്കിഡ്. ഈ വാക്കിഡ് എന്ന് പറയില്ലല്ലോ. എന്താ നമ്മൾ പറയാ? ഈ വാക്ട് എന്ന് പറയും. എന്താണ്? ഇനി ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എന്നാണ് വാക്ട്. എന്തുകൊണ്ടത് വന്നത്? വാക്ട് എന്ന് പറയാനുള്ള കാരണം എന്താ? ഞാൻ പറഞ്ഞു ഈ ട് എന്നാണ് വാക്ട് എന്ന് വന്നത്. മനസ്സിലായോ? വാക്ട് ഇതാണ് വന്നത്. മനസ്സിലായോ? ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വന്നത്. സോറി, ഞാനിവിടെ എഴുതിയതിൻ്റെ തെറ്റ്. വാക്ട് ഇല്ല, ഞാൻ സാധാരണ എഴുതുന്ന പോലെ എഴുതി. വാക്ട്, വാക്ക്ഡ് എന്ന് പറയില്ല. ഹി വാക്ട്. എന്തുകൊണ്ടാണ്? ഇന്നലെ ഞാൻ പറഞ്ഞു അതേ കാര്യം. അതായത് ഇപ്പോഴും പറഞ്ഞു പ്ലൂറൽ ഫോർമേഷൻ്റെ കാര്യത്തിൽ ഇത് ത് എന്നുള്ളത് വോയിസ്ലെസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന പാസ്റ്റ് മോർഫിം എന്തായിരിക്കും? വോയിസ്ലെസ് ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ക എന്നുള്ളത് വോയിസ്ലെസ് ആണ്. ഗ വോയിസ്. നേരത്തെ ഞാൻ പറഞ്ഞു പേര് ഇന്നലെ പറഞ്ഞു. ഇവിടെ കുറച്ച് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കോൺസണന്റ് സൗണ്ട്സ് അല്ലേ? നമുക്ക് 24 കോൺസണന്റ് സൗണ്ട്സ് ഉണ്ട്. അത് ഞാൻ ഇവിടെ ഇന്നലെ ബോർഡിൽ ഈ സൈഡിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്താണ്? എന്നൊക്കെ പറയുന്നതിന്റെ കുറച്ച് സൗണ്ടുകൾ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആ ഓർഡറിലൊക്കെ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്നുള്ളത് പേരാണ്. ഞാൻ കുറച്ച് പേരായിട്ട് ഇവിടെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പേരാണ്, ടേഡ് പേരാണ്, പേരാണ്. ഫോർ ദ കൺവീനിയൻസ് ആയിട്ട് ഈ പേര് മനസ്സിലായോ? ഒരേ വെറൈറ്റിയുടെ പേരാണ്. അപ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിക്കാം. ട് എന്നുള്ളതിൽ ഞാൻ എഴുതി തന്നത് ട് എന്നുള്ളത് വോയിസ്ലെസ്സും ഡ എന്നുള്ളത് വോയിസ്ഡും ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ ക എന്നുള്ളത് വോയിസ്ലെസ്സും ഗ എന്നുള്ളത് സോറി ഇങ്ങനെയല്ല എഴുതേണ്ടത് കേട്ടോ. ഓർമ്മയില്ലാതെ എഴുതിയതാണ്. ഗ എന്നുള്ളത് വോയിസ്ഡും. ഓക്കെ, വോയിസ്ഡും ആണ്. മനസ്സിലായോ? അപ്പൊ ഇതിൽ ക എന്നുള്ളത് വോയിസ്ലെസ് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന സൗണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സൗണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വോക്ട് എന്ന് പറയുമ്പോൾ ഈ ആൽഫബറ്റ്സ് എല്ലാം നോക്കേണ്ടത് ഈ സൗണ്ടിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴും ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സൗണ്ടിനെ നമ്മൾ ഈ മോർഫിംസോ ഫോണീംസിനൊക്കെ പറ്റി പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് തിങ്ക് ദാറ്റ് വി ആർ കൺസിഡറിങ് സൗണ്ട്സ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്? സൗണ്ടിനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ വോക്ക് ഇ ഡി ചേർക്കുന്നത്, ഈ ഇ ഡി എന്നുള്ളത് ഒറ്റ സൗണ്ട് അല്ലേ? വോക്ട് എന്നല്ലേ നമ്മൾ പറയാറ്. അതായത് നമ്മൾ ചിലവർ പറയുമ്പോൾ അത് വോക്ട് എന്ന് പറയും, ചിലവർ പറയുമ്പോൾ വോക്ട് എന്ന് പറയും, ചിലർ വോക്ട് എന്ന് പറയും. യഥാർത്ഥത്തിലുള്ള പ്രൊനൗൺസിയേഷൻ വോക്ട്. ചിലവർ പറയും വോക്ട്. എന്താണ് വോക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് ഞാൻ പറഞ്ഞു. നമ്മളത് ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവുക. വോക്ക്, വാക്ട്. Walk. He walked on the roadside. He walked on the roadside. അല്ലേ? അപ്പോൾ എന്നുള്ള വരാനുള്ള കാരണം എന്താ? ക എന്നുള്ളത് വോയിസ്ലെസ് ആണ്. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഈ സൗണ്ട് എന്തായിരിക്കണം? സൗണ്ട് കേട്ടോ, ആൽഫബറ്റ് അല്ല. ഇതൊരൊറ്റ സൗണ്ടാണ്. ഈ ഇ ഡി എന്നുള്ളത് ഒരു ഒറ്റ സൗണ്ടാണ്. ഇടുന്നോ അല്ലെങ്കിൽ എട്ടുന്നാണ് വായിക്കും.
അപ്പോൾ ഈ സൗണ്ട് എന്തായിരിക്കണം ഇവിടെ വരുമ്പോൾ എന്താണത് വോയിസ്ലെസ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ട് എന്നുള്ള വോയിസ്ലെസ് സൗണ്ട് ആഡ് ചെയ്തത്. ക്ലിയർ ആയോ? അപ്പോൾ ക എന്നുള്ളത് വോയിസ്ലെസ് സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന പാസ്റ്റ് മോർഫീം എന്തായിരിക്കണം? വോയിസ്ലെസ് ആയിരിക്കണം. നേരെ തിരിച്ച് ഇവിടെ വേറെ എന്തെങ്കിലും ആണ്, ഇവിടെ എന്തെങ്കിലും ബാഗ്, ഇവിടെ ബാഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കിയോക്കൂ. ഇപ്പൊ ബാഗ് ആണെന്നുണ്ടെങ്കിലോ ഗ എന്നുള്ളത് വോയിസ്ഡ് ആണ് അല്ലെ, ഗ എന്നുള്ളത് വോയിസ്ഡ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ബാഗ്ഡ്. മനസ്സിലാകുന്നല്ലോ? അപ്പൊ ഈ ഇത് എന്നുള്ളത് ബാഗ്ഡ് എന്ന് പറയുമ്പോ ഇത് വോയിസ്ലെസ് ആണ്. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ 2 G എഴുതിയാലും ഒരൊറ്റ സൗണ്ടേ ഉള്ളൂ കേട്ടോ. പല എന്താ പറയാ, നമ്മൾ പല വേർഡുകളിൽ നമ്മളിത് കാണാറുണ്ട്. 2 എണ്ണം അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന സൗണ്ടുകൾ, അതായത് ഈ വാക്കുകൾ. ഇതിൽ 2 G ആണ് നമ്മൾ എഴുതിയിട്ടുള്ളതെങ്കിലും ഇതൊരൊറ്റ സൗണ്ടാണ്. സൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ബാഗ് എന്നൊന്നും നമ്മൾ പറയില്ലല്ലോ, 2 ഗ എന്ന് പറയില്ലല്ലോ, നമ്മൾ ബാഗ് എന്നല്ലേ പറയുള്ളൂ, ഒരൊറ്റ സൗണ്ടായിട്ടല്ലേ പറയുള്ളൂ. അപ്പോൾ ലഗേജ് എന്ന് പറയുമ്പോൾ ലഗേജ് എന്ന് പറയില്ലല്ലോ, ലഗേജ് എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ പല കമ്മ്യൂണിക്കേഷൻ അല്ലേ, അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ വരുമ്പോൾ, വേർഡുകൾ വരുമ്പോൾ നമ്മൾ ഒറ്റ സൗണ്ടായിട്ടാണ് ഉച്ചരിക്കുക. അത് ഓർക്കണേ. അപ്പോൾ ഗ എന്നുള്ളത് ഒരൊറ്റ സൗണ്ടാണ്. 2 ആൽഫബറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും ബാഗ്ഡ് എന്ന് പറയുമ്പോൾ 2 ആൽഫബറ്റ് നമ്മളിവിടെ ആഡ് ചെയ്തു, 2 ഗ എന്ന് ആഡ് ചെയ്തു. പക്ഷെ അത് ഒറ്റ സൗണ്ടാണ്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാറ്? ബാഗ്ഡ് അല്ലേ. അപ്പോൾ ബാഗ്ഡ് എന്ന് പറയുമ്പോൾ ഡ എന്നുള്ള സൗണ്ടാണ് വരിക. കാരണം എന്താ? ഈ സൗണ്ട്, അതായത് ബാഗ്, ബാഗ്ഡ്, ഈ ഗ എന്നൊരൊറ്റ സൗണ്ടാണ്. ഈ സൗണ്ട് എന്താണ്? വോയിസ്ഡ് ആണ്. വോയിസ്ഡ് സൗണ്ട് ആയിട്ടുള്ള ഗ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ആഡ് ചെയ്യുന്ന ഈ സൗണ്ട് എന്തായിരിക്കണം? വോയിസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇത് വോയിസ്ഡ് ആയാൽ ഇതും വോയിസ്ഡ് ആണ്. അതായത് ഒന്നും കൂടി പറഞ്ഞു തരാം. വോയിസ്ലെസ് ആയിട്ടുള്ള സൗണ്ടാണ് നമ്മൾ വേർബെങ്കിൽ, ആ വേർഡ് എങ്കിൽ ആ വേർഡിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് വോയിസ്ഡ് ആയിരിക്കണം. വോയിസ്ലെസ് ആണ് ആ വേർഡിൻ്റെ എൻഡിങ് സൗണ്ട് എങ്കിൽ അതെന്തായിരിക്കണം? വോയിസ്ലെസ് ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? വേർഡിൻ്റെ അല്ലെങ്കിൽ ആ വേർഡിൻ്റെ എൻഡ് സൗണ്ട് വോയിസ്ലെസ് ആണെങ്കിൽ വോയിസ്ലെസ് പാസ്റ്റ് ഫോർമേഷൻ ആണ് ആഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വോയിസ്ഡ് ആണ് എൻഡിങ് എങ്കിൽ ആ വോയിസ്ഡ് പാസ്റ്റ് ഫോർമേഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ പ്ലൂറൽ ഫോർമേഷൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. ക്ലിയർ ആയോ? ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഒന്നും കൂടി പറയാം. വോയിസ്ലെസ് ആണെന്നുണ്ടെങ്കിൽ വോയിസ്ലെസ്സും, വോയിസ്ഡ് ആണ് വേർഡെങ്കിൽ വോയിസ്ഡും ആണ്. ഇനി അടുത്തതിൽ പോവാണ്. ദീസ് വേരിയൻസ് ആർ കോൾഡ് അലോമോർഫ്സ് ഓർ മോർഫിം ഓൾട്ടറൻസ്. ഇതിനെ നമ്മൾ എന്താ പറയുക? അലോമോർഫ്സ് അല്ലെങ്കിൽ മോർഫിം ഓൾട്ടറൻ, മോർഫിം ഓൾട്ടറൻ അല്ലെങ്കിൽ അലോമോർഫ്സ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. എന്താണ് പറയുന്നത്? അതായത് വേരിയൻസ്. ഈ വേരിയൻസ് ഇതിൻ്റെ മോർഫീംസിൻ്റെ വേരിയൻസിനെ വേരിയൻസ് ഓഫ് മോർഫീംസ്. മനസ്സിലാകുന്നത്? മോർഫീംസിന്റെ വേരിയൻസിനെ നമ്മൾ എന്താ അലോമോർഫ്സ് അല്ലെങ്കിൽ മോർഫിം ഓൾട്ടറൻസ് എന്ന്. ഇതൊക്കെ ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ ഈ ക്വസ്റ്റ്യനൊക്കെ. ഇനി ആരാണ് ഈ സ്റ്റഡി ഓഫ് മോർഫിം? ഹു ഇനീഷ്യേറ്റഡ് ദ സ്റ്റഡി ഓഫ് മോർഫീംസ്? ലിയനാർഡ് ബ്ലൂംഫീൽഡ് ആണിത് ഈ സ്റ്റഡി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് മോർഫീംസിനെ കൂടുതൽ അനലൈസ് ചെയ്യുന്നത് ലിയനാർഡ് ബ്ലൂംഫീൽഡ് ആണ്. ഇനി a word has one or more morphemes in it. അല്ലേ? ഒരു മോർഫിമോ ഒന്നിലധികം മോർഫിമോ വരാം. ഇപ്പോൾ ഞാൻ ഏതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എ ആൻ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മോർഫിമല്ലേ ഉള്ളൂ. ആൻ അല്ലേ? ആൻ എഴുതുമ്പോൾ ഒരു മോർഫിം, ഒരു മോർഫിം അല്ലേ? ഇതിൽ സിംഗിൾ മോർഫിമാണ്. എന്നാൽ കാറ്റ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്? എത്ര മോർഫിം ആവാം? ഇതിൽ എത്ര മോർഫിം ഉണ്ട്? 2. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാറ്റ് പ്ലസ് എസ്. മോർഫിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്ഫുൾ സൗണ്ട് യൂണിറ്റ് ആണ്. മീനിങ്ഫുൾ ദാറ്റ് മീൻസ് സ്മോളസ്റ്റ് മീനിങ്ഫുൾ സൗണ്ട് യൂണിറ്റ്. അപ്പോൾ കാറ്റ് എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ട്, എസ് എന്ന് പറഞ്ഞതിനും അർത്ഥമുണ്ട്. മീനിങ് ഉണ്ട് അല്ലേ? മനസ്സിലാവുന്നല്ലോ? അപ്പോൾ കാറ്റ് എസ് എത്ര മോർഫിമാണ്? കാറ്റ് പ്ലസ് എസ്, കാറ്റ്സ്. ഇനിയിപ്പോൾ എൻ്റെ പേരെടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേര് കംപ്ലീറ്റ് ആയിട്ടുള്ള പേരാണ്
സരിത, ലക്ഷ്മി. അതിനൊരു മീനിങ് ഉണ്ടോ വെച്ചാൽ മീനിങ് നമുക്കില്ല, പേരാണ്, പക്ഷെ പേരാണ്. 2 മോർഫീം അല്ലേ? സരിത എന്നുള്ളത് സിലബിൾ ആണെന്നുണ്ടെങ്കിൽ 3 സിലബിൾ ഉണ്ട്. സിലബിളും മോർഫീമും ഫോണീമും തമ്മിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കാരണം സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് എന്താണ് കൺവീനിയൻറ്റ് യൂണിറ്റിനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വവൽസ് ചേർക്കുമ്പോഴാണ് സിലബിളുകളൊക്കെ ശരിയായിട്ട് വരിക. അത് നമുക്ക് പഠിക്കാനുണ്ടാകുമെന്ന് വിചാരിക്കും. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് സിലബിളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ അനലൈസ് ചെയ്യാൻ വിട്ടുപോയിട്ടില്ല. പാക്ക് നമുക്ക് എങ്ങനെ എഴുതാം? പാക്ട്, അതായത് ഫോണറ്റിക്കലി എഴുതാം, അതാണ് നല്ലത്. ആദ്യം പാക്ട്, കാരണം ക എന്നുള്ളത് വോയിസ്ലെസ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ട് എന്തായിരിക്കണം? പാസ്റ്റ് മോർഫീം എന്തായിരിക്കണം? വോയിസ്ലെസ് ആയിരിക്കണം. ബാഗ് എന്നുള്ളത് എന്താണ്? ബാഗ്. കണ്ടോ? നേരത്തെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടോ? ബാഗ്ഡ്. കണ്ടോ? ഗേൾ വോയിസ്ഡ് ആയതുകൊണ്ട് വോയിസ്ഡ് ആയിട്ടുള്ള ഡ എന്നാണ്. ഇനി പാറ്റ്, പാറ്റഡ്, ഇഡ്, ഈ ഇഡ് പാറ്റഡ് എന്നുള്ളതാണ് സൗണ്ട്, അതുകൊണ്ടാണ് ഇഡ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പ്ലൂറൽ ഫോർമേഷനിൽ പറഞ്ഞു ഇസ് എന്നുള്ളത്. റോസസ്, ഇവിടെ പാറ്റഡ് എന്നല്ലേ നമ്മൾ പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇഡ് എന്നുള്ളത് ആഡ് ചെയ്തത്. അതുപോലെ ഗാർഡൻ, 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 ഗാർഡഡ് എന്നല്ല നമ്മൾ പറയാം, ആക്ച്വലി അതിന്റെ പ്രൊനൗൺസിയേഷൻ ഗാർഡഡ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ദീസ് വേരിയൻസ്, അതായത് നോക്കൂ, അതൊക്കെ പറഞ്ഞു. Morphemes help in describing a large number of suffixes, both inflectional and derivational. അതായത് മോർഫീംസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ലാർജ് നമ്പർ ഓഫ് സഫിക്സസ്. സഫിക്സും പ്രിഫിക്സും ഒക്കെ എന്താണെന്ന് അറിയാലോ? ഒരു വേർഡിൽ മുന്നേ ചേർക്കുന്നതിന് പ്രിഫിക്സ് എന്നും വേർഡിന്റെ അവസാനം നമ്മൾ ചേർക്കുന്ന വാക്കുകളെ സഫിക്സ് എന്ന് പറയുന്നു. ബോത്ത് ഇൻഫ്ലെക്ഷണൽ ആൻഡ് ഡെറിവേഷണൽ. ഇൻഫ്ലെക്ഷണൽ ആൻഡ് ഡെറിവേഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഫിക്സസ് ആഡ് ചെയ്യുന്നതിനെയാണ് കൂടുതൽ ഇൻഫ്ലെക്ഷൻ എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അതിന് അതായത് എന്താ പറയുക, നമ്മൾ പറയില്ലേ വേർഡ് മാറ്റങ്ങൾ വരുന്നില്ല, വേർഡ് ക്ലാസ്സുകൾ മാറുന്നില്ല. ഒരേ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതിൻ്റെ അർത്ഥം ഇപ്പം നൗണാണ്. ഓക്കെ, എക്സാമ്പിൾ കാണിച്ചത്. അതായത് ഇൻഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റ്, ക്യാറ്റ് എന്നുള്ളത് നൗണാണ്. കാറ്റ്സ് എന്ന് ആഡ് ചെയ്താലും അതിൻ്റെ ക്ലാസ് മാറുന്നുണ്ടോ? മാറുന്നില്ല, അത് നൗണിൽ തന്നെയാണ് പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ വാക്കുകളെയാണ് നമ്മൾ ഇൻഫ്ലെക്ഷൻ എന്ന് പറയാം. ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. നമ്മളൊരു വാക്കിൻ്റെ കൂടെ LYന്നോ അല്ലെങ്കിൽ ESSന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാസ് തന്നെ ചേഞ്ച് ചെയ്യുന്നു. അത് നൗൺ ക്ലാസ്സിൽ നിന്ന് മറ്റൊരു അഡ്ജക്റ്റീവ് ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിൽ നിന്ന് നൗണിലേക്കോ അല്ലെങ്കിൽ വേർബിലേക്കോ ഒക്കെ ചേഞ്ച് വരുന്നതിനാണ്. ഓരോ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് BA ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ തേർഡ് BA ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത് വെച്ചാൽ അതേ ക്ലാസ് അല്ലേ? അതുപോലെ തന്നെ നൗൺ എന്നുള്ള കാറ്റഗറിയാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നത് അതിനെയാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോർഫീംസ് ഹെൽപ്സ് ഇൻ ഡിസ്ക്രൈബിംഗ് എ ലാർജ് നമ്പർ ഓഫ് സഫിക്സസ്, ബോത്ത് ഇൻഫ്ലെക്ഷണൽ ആവാം അല്ലെങ്കിൽ ഡെറിവേഷണൽ ആവാം. ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഡെറിവേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ചേഞ്ച് വരും. മനസ്സിലാവുന്നുണ്ടോ? നൗൺ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് അഡ്ജക്റ്റീവ് എന്നുള്ള ക്ലാസ്സിലേക്ക് ചേഞ്ചസ് വരും. അതാണ് ഡിറൈവ് ചെയ്യുക, മാറ്റം വരുത്തുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, the study of morphemes help us to describe word formation by changing a word from one class to another. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? നമുക്ക് വേർഡ് ഫോർമേഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിലൂടെ, ഈ മോർഫീംസിന്റെ പഠനത്തിലൂടെ. മോർഫീംസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് അതിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും? വേർഡ് ഫോർമേഷൻ ബൈ ചേഞ്ചിങ് എ വേർഡ് ഫ്രം വൺ ക്ലാസ് ടു അനദർ. ഒരു ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ്സിലേക്ക് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിവിടെ ഞാൻ എക്സാമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഒരു ഇതിൽ പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചൈൽഡ് പ്ലസ് ഇഷ്. കണ്ടോ? ചൈൽഡ് എന്നുള്ളത് നൗണാണ്, അതിൻ്റെ കൂടെ ഈ ഇഷ് എന്നുള്ളത് ആഡ് ചെയ്തപ്പോൾ എന്തായി? അഡ്ജക്റ്റീവ് ഫോം ചെയ്തു. മീനിങ് ഇവിടെ നോക്കുക, മീനിങ് എന്നുള്ള വാക്കിൻ്റെ കൂടെ ഫുൾ ആഡ് ചെയ്തു. മീനിങ് എന്നുള്ളത് നൗൺ കാറ്റഗറി, മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ അത് അഡ്ജക്റ്റീവ് ഫോം ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ബോയ് പ്ലസ് എസ് ആഡ് ചെയ്തപ്പോൾ പ്ലൂറൽ ഫോർമേഷനായി.
കാറ്റ് പ്ലസ് എസ് എന്നുള്ളത് ആഡ് ചെയ്തപ്പോൾ അത് പ്ലൂറൽ ഫോർമേഷൻ ആണ്. എന്നാൽ കാറ്റ് എപ്പോസ്ട്രോഫി എസ് ഇട്ട് കഴിഞ്ഞാലോ അത് പൊസസീവ്, കാറ്റിന്റെ, പൂച്ചയുടെ എന്നാണ് പറയുന്നത്. പിന്നെ ഇനി നോക്കൂ, സിംഗ് പ്ലസ് എസ്, സിംഗ് പ്ലസ് എസ് എന്താണ്? സിംഗ് എന്നുള്ളത് വേർബാണ് അല്ലേ? ഇതൊക്കെ നൗണാണ്. ബോയ് നൗണാണ്, കാറ്റ് നൗണാണ്. കാറ്റ് ഇവിടെ കാറ്റ് നൗൺ ആണെങ്കിൽ നൗണിന്റെ പൊസസീവ് നേച്ചറാണ് കാണിച്ചത്, ഇത് പ്ലൂറൽ ഫോർമേഷൻ ആണ് കാണിച്ചത്. എന്നാൽ ഇവിടെ സിംഗ് പ്ലസ് എസ്, സിംഗ് എന്താണ്? ആക്ച്വലി വേർബ് അല്ലേ? വേർബ് അല്ലേ? ക്രിയയാണ്. ആ ക്രിയയുടെ കൂടെ അത് എസ് ആഡ് ചെയ്തപ്പോൾ എന്താണ്? വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ എന്നായി. ഇനി അതുപോലെ വോക്കിന്റെ കൂടെ ഇ ഡി ആഡ് ചെയ്തപ്പോൾ പാസ്റ്റ് മോർഫീം അല്ലേ? പാസ്റ്റ് അല്ലെ? ഇത് ആഡ് ചെയ്തു. അതാണ് നമ്മൾ പറഞ്ഞ മോർഫീം ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്ലാസ്സുകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു, ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന്, അല്ലെങ്കിൽ ആ വാക്ക് എന്ത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ അല്ലേ? അതുപോലെ ഇവിടെ നോക്കൂ, ആക്ടർ പ്ലസ് ഒ ആർ, ആക്ടർ, ആക്ട് എന്നുള്ളത് വേർബാണ്, ഒ ആർ ചേർത്തപ്പോൾ അത് നൗണായി മാറി. മനസ്സിലാകുന്നുണ്ടോ? ആക്ട് എന്നുള്ളത് എന്താണ്? ക്രിയ. ആക്ട് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, അഭിനയിക്കുക എന്നുള്ളത് വേർബാണ്. അപ്പോൾ അതിന്റെ കൂടെ ഒ ആർ എന്ന് ചേർത്തപ്പോൾ എന്തായി മാറി? അത് നൗണായി മാറി. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ഇതുപോലെ സ്ട്രെങ്ത് അഡ്ജക്റ്റീവ് ഇ എൻ ചേർത്തപ്പോൾ വേർബ് ഫോം ചെയ്തു, അത് സ്ട്രെങ്തൻ എന്നുള്ളത് വേർബ് ഫോർമേഷൻ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി വിളിക്കാം. നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പോർഷൻസ് ഒന്ന് കവർ ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാക്സിമം വൈകിക്കാതെ തന്നെ നിങ്ങൾ ആ ഒരു ദിവസത്തിൽ തന്നെ കേൾക്കാൻ ശ്രമിക്കുകയും അത് നോട്ട് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.